ഒരു പവർ പാക്ഡ് പെർഫോമൻസുമായിട്ട് നമ്മുടെ ഗൗതമി കുട്ടി എത്തുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ഗൗതമി കുട്ടി ഓൺ സ്റ്റേജ്. ഇതാരാ ഷേപ്പ് അല്ലേ? ഗോവന്ന് വരുന്നു. എല്ലാരും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ഒന്ന് പറഞ്ഞേ. എല്ലാം യോയോകളാ. ഹലോ മോളെ ഇതെന്താ പുലിത്തോലാണോ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു കുഞ്ഞു പുലി വന്ന പോലെ ഉണ്ട്. അപ്പൊ പൂവുള്ള ഡ്രസ്, പിന്നെ കൂളിംഗ് ഗ്ലാസ്, പിന്നെ ചുമപ്പ് മറ്റേ കടുക്കനോ, പിന്നെ തലയുടെ പുറയില് മറ്റേ കാറിന്റെ പുറയിലൊക്കെ ഉള്ള പോലത്തെ ചുമന്ന ലൈറ്റ്. എന്താ ഉദ്ദേശം? പാട്ട് പൊളിക്കാൻ. പാട്ട് പൊളിക്കാൻ. ഏത് പാട്ടാണ്? കണ്ണിൽ പേടമാനിന്റെ പേടിപ്പമ്പരം. അതെങ്ങനെയാ പാട്ട്? കണ്ണിൽ പേടമാനിന്റെ പേടിപ്പമ്പരം. പവിത്രം എന്നുള്ള ഫിലിം. ഓ, നമ്മുടെ ശരത്തിന്റെ. അപ്പൊ ഡീറ്റെയിൽസ് പറയും. മ്യൂസിക് ശരത് സർ, ലിറിക്സ് ONV സർ, പാടിയത് സുജാത മാം, വേണുഗോപാൽ സർ. വെരി ഗുഡ്. പവിത്രം 1994. യെസ്, വെരി ഗുഡ്. നല്ല പടമാണ്. മോഹൻലാൽ, ഞാനത് കണ്ടു ഫുള്ള്. ഇതിനകത്ത് ഞാനും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വാലിന്മേൽ പോവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേശുക്കിളി മകളെ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേശുക്കിളി മകളെ. അപ്പൊ നമുക്ക് ഈ പാട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കാം. യെസ്, പൊളിച്ചെടുക്കാം. യെസ് 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 യെസ്. റെഡി? ഓൾ ദി യെസ്. താങ്ക് യു മാം. താങ്ക് യു. ഡാൻസേഴ്സ് കം ഔട്ട്. കണ്ണിൽ പേടമാനിന്റെ പേടി പമ്പരം, നെഞ്ചിൽ ഗൂഢമോഹങ്ങൾ കുറുകും മർമരം. റംപാം പറംപവം പമ്പറംപാം പറംപവം റംപാം പറംപവം പമ്പറംപാം പറംപവം. കണ്ടാൽ നാണിച്ചു നിൽപ്പാണ്, നാണം പൂവിന്റെ മുള്ളാണ്. തൊട്ടാൽ വാടുന്ന പൂവാണ്,
പുൽപ്പാണ് നാടം പൂവിന്റെ മുള്ളാണ് തൊട്ടാൽ വാടുന്ന പൂവാണ് നാടൻ പാട്ടിന്റെ ചേലാണ് താമരച്ചോലയിൽ നീന്തി നീരാടുവാൻ താളിയും മിഞ്ചയും മൈനവും മഞ്ഞളും പെങ്ങൾ കൊതിരാട്ടിനിത്രേ വേണ്ടു കണ്ണിൽ പീഡമാനിന്റെ പേടി പമ്പരം നെഞ്ചിൽ ഗൂഢമോഹങ്ങൾ കുറുകും മർമരം താങ്ക് യു ഡാൻസേഴ്സ് കലക്കി കോറസേ ശരിക്കും Hello. ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ഹലോ ഗൗതകുട്ടി എന്തോ സാർ സൂപ്പർ ആയിട്ട് പാടിയേട്ടാ. താങ്ക് യു സാർ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫർട്ട്ലെസ്, ഈസി. താങ്ക് യു സാർ അതായത് ഇപ്പം പിന്നെയും മധു ഒക്കെ കൂടെ പറയായിരുന്നു. കാരണം നമ്മളിപ്പോ ഒരു നായിക അഭിനയിക്കുമ്പോൾ അവർക്ക് ഇത് പാട്ടൊന്നും പാടണ്ടല്ലോ. ആ. അവർക്ക് ആരെങ്കിലും പാടിയ പാട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ലിപ്പ് കൊടുത്താൽ മതിയല്ലോ. അത്ര ഈസിനെസ് മോള് പാടുമ്പം താങ്ക് യു സാർ കാണാൻ സാധിക്കും. കാരണം തൊട്ടിട്ടില്ല, ഈ പേപ്പർ തൊട്ടിട്ടില്ല. സൂപ്പർ ആയിട്ട് ദാ പാടി. ഞങ്ങളുടെ 3 പേരുടെ പേപ്പർ വേണം ഇങ്ങനെ ഒന്ന് അതെ കാണിക്കാം. അതെ. നത്തിങ്. ദാ ഒന്നും തൊട്ടിട്ടില്ല. ദാ 1ാം ക്ലാസ് പേപ്പർ. ഒരു പേന കൊണ്ട് ഒരു കുത്തു പോലും ഇട്ടില്ല. അയ്യോ അസലായിട്ട് പാടി. താങ്ക് യു മാത്രമല്ല സാർ ശബ്ദം എന്ത് രസമാണ് കേൾക്കാൻ. താങ്ക് യു സാർ ബ്യൂട്ടിഫുൾ വോയിസ്. കാരണം അതിന്റെ മേളിലൊക്കെ പോകുമ്പോൾ ക്ലാരിറ്റിയും പിന്നെ ആ അക്ഷരങ്ങളുടെ സ്ഫുടത, ഗൂഢമോഹങ്ങൾ, അതൊക്കെ നല്ല സത്യം ചേട്ടാ അതെ, അത് അതെ, ഞാൻ നല്ല. താങ്ക് യു സാർ താങ്ക് യു മാം അക്ഷരസ്ഫുടത. എല്ലാം കോർത്തിണക്കി മോൾ അസലായിട്ട് പാടി. താങ്ക് യു സാർ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോൾ. ഈ സീസണിൽ പാടിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. താങ്ക് യു സാർ താങ്ക് യു അരെ ഗൗതം, അരെ മധുങ്കൾ ക്യാ ബാത് ഹേ. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് Thank you, sir. ഇതുവരെ ഉണ്ടായതില്. എനിക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ താങ്ക് യു സാർ പെർഫോമൻസ്. പറഞ്ഞ പോലെ വളരെ കൂളായിട്ട്, സ്ട്രെയിൻ അറിയാതെ, കഷ്ടപ്പെട്ട് പാടാതെ ഇഷ്ടപ്പെട്ട് പാടിയ പോലെ തോന്നി താങ്ക് യു സാർ കേട്ടോ. പിന്നെ അവസാനം ഇങ്ങനെ നടന്ന് കൂളായിട്ട് അവസാനം വന്ന് ഇവിടെ നടന്ന് ഇവിടെ വരെ വന്ന്. ടൈമിംഗ് എല്ലാം അതെ, നോക്കിയില്ലേ? ടൈമിംഗ് എല്ലാം കറക്റ്റ് ആയിരുന്നു. താങ്ക് യു സാർ ഇറങ്ങുന്നത്. താങ്ക് യു മാം പിന്നെ ഇടയ്ക്ക് ചെറിയ ഡാൻസ് സ്റ്റെപ്പ് ചെയ്തു. അത് ഡാൻസ് പഠിച്ചിട്ടില്ലെന്ന് കണ്ടാൽ അറിയാം. സത്യമായിട്ടും അല്ലേ? പഠിച്ചിട്ടില്ല ക്ലാസിക്കൽ കഴിഞ്ഞിട്ട് വാതാപി ഗണപതിയും അതന്നെ ആ സമയത്ത് ആ വാതാപി ഗണപതി ഞാൻ വിചാരിച്ചു അപ്പൊ ഇങ്ങനെ കാണിക്കുന്നു. ഗണപതി അല്ലേ ദാ ഇങ്ങനെ ഒരു ഇത് മോദം കലാത്തിൽ ഡാൻസ് പഠിച്ചിരുന്നെങ്കിൽ അതൊക്കെ കുറച്ചും കൂടി നന്നായേനെ. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. ബാക്കിയെല്ലാം സൂപ്പർ അല്ലേ? താങ്ക് യു സാർ അത്രയെങ്കിലും കാണിച്ചല്ലോ അല്ലേ? അല്ലേ മിനുട്ടി? അതെ. ആ. അപ്പൊ എന്തായാലും കൊള്ളാം, സൂപ്പർ കേട്ടോ. താങ്ക് യു സാർ ഇങ്ങനെ തന്നെ താങ്ക് യു പോട്ടെ. ചുമ്മാ കിഴി കിഴി കിഴിന്ന് കിഷിട്ടിങ്ക അത്ര സൂപ്പർ ആയിരുന്നു എന്നുള്ളത്. താങ്ക് യു മാം അത്രേ പറയാനുള്ളൂ. എല്ലാം പറഞ്ഞല്ലോ. സത്യം പറഞ്ഞ ഒരു സിനിമയിൽ നമ്മളിപ്പോ ഈ ഒരു പാട്ടൊരു ചിത്രീകരണം അത് കാണുന്ന പോലെ തന്നെ ഇരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടേ. ആ. ഞാൻ ഓർക്കസ്ട്ര റിഹേഴ്സൽ ഉണ്ടായപ്പോ ആ. നമ്മുടെ ഫ്ലൂട്ട് വഹിക്കുന്ന അങ്കിളില്ലേ അതെ, listen uncle. അങ്കിള് ഒരു സാൻഡ്വിച്ച് എടുത്ത് കഴിക്കാനങ്ങ് പോവുകയാണ്. എന്താ തെറ്റായി പോയോ അത്? അങ്കിള് അത് വായിക്കുമ്പോ ശരത് അങ്കിളും വിളിച്ചു. Listen uncle നെ. ആ അപ്പൊ വീഡിയോ കോൾ ആയിരുന്നു വിളിച്ചത്. അപ്പൊ എല്ലാരും ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പൊ ഇതാണ് പാടുന്ന കുട്ടി എന്ന് പറഞ്ഞിട്ട് അങ്കിൾ എന്നെ കാണിച്ചു. ആണല്ലേ? അതില് ശരത് സാർ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ്, നന്നായി പാടണേന്ന്. ഇതാണ് പാട്ടുകാരി കുട്ടി എന്ന് പറഞ്ഞോ? അങ്കിള് പറഞ്ഞു. അപ്പൊ ശരത്തങ്ങളുടെ ബ്ലെസ്സിങ്സോട് കൂടിയാണ് മോളിന്ന് അതിന്റെ ഒരു ഗുണം കിട്ടിയല്ലേ? ഗുണം അതെ, കിട്ടി അതെ, എന്തായാലും. കൊള്ളാം, നന്നായിട്ട്. ഈ നേരത്തെ ഒരു വലിയ മിസ് യു നമസ്തേ. ശരത്തങ്ങളെ. അതെ, മിസ്യു ശരത്തേട്ടാ. മിസ് യു ശരത്തങ്ങളെ. ഞങ്ങളൊരു 3-4 ദിവസം മുമ്പ് കൂടിയായിരുന്നു. ആണോ? മദ്രാസിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ അതെ. ഇവിടെ ഫോട്ടോ എടുത്ത് കളിക്കുക കേട്ടോ. മറ്റേ കളർ മാറ്റുന്നതായിരിക്കും. അല്ലല്ല, 2 യുവമിഥുനങ്ങൾ കൊടയും പിടിച്ച് യൂക്കാലിപ്സ് മരത്തിനിടയിലൂടെ ഇങ്ങനെ പോകുന്ന എവിടെ? ഫോട്ടോ മധു എനിക്ക് കാണിച്ചു തന്നു. മധുവും പിന്നെയും കൂടെ. അതെവിടുന്നാ? എന്റെ പൊന്നു മോളെ അവിടെ മഴയായിരുന്നു ഞങ്ങൾ വന്നോ. എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകും.
മീനുട്ടിയുടെ ഡ്രസ്സ് ഞാൻ കളർ ചേഞ്ച് ചെയ്യാൻ പോവാം. ആ ഓക്കെ, ഓക്കെ റെഡിയാണോ? റെഡി. അങ്ങോട്ട് നോക്കി. കണ്ട എന്തോ ഒരു കുഴപ്പമില്ലേ ആർക്ക്? MG അങ്കിളിന്. ഞാൻ പറഞ്ഞ എന്താണ്, കളർ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അടിപൊളി അടിപൊളി. ഉഗ്രൻ. താങ്ക് യു സോ മച്ച്. സൂപ്പർ. ഓക്കെ, സോ മക്കളെ, ആ. we are proudly giving you 100 out of 100. Thank you, sir. ആദ്യ ഒരു അണ്ണാച്ചി പുകുടി. Bye bye. ബൈ ബൈ. Bye bye. Bye. Bye.